ഹായ് ഞാൻ അഖിൽ. അപ്പോൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രാഫ്റ്റ് ആയിട്ടല്ല. ക്രാഫ്റ്റ് കുറച്ച് നാളത്തേക്ക് നിർത്തി വെച്ചിട്ട് നമ്മളിപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തമ്മിൽ കണ്ടുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ വലിയ തോട്ടി പോലെ പോയിട്ട് മുകളിലുണ്ടാവും. നമ്മൾ എന്നിട്ട് കൊപ്പക്കായൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോൾ പപ്പായ പൊട്ടിച്ച് കഴിയുമ്പോൾ അത് താഴെ വീണ് ചതഞ്ഞ് കൊള്ളിലുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ കൊപ്പക്കായ ചെറുതാക്കി ഡ്വാഫായിട്ടുള്ളൊരു പ്ലാന്റാക്കി മാറ്റാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ എളുപ്പമാണ്, എല്ലാവർക്കും കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലൊരു പോളിത്തീൻ ഒരു കവറിൻ്റെ ഷീറ്റാണ്, അത് കവർ ഞാൻ മുറിച്ചെടുത്തു. എന്നിട്ട് കോക്കോ പീറ്റും മണ്ണും ഒരേ അളവിലെടുത്തിട്ടുണ്ട്. കോക്കോ പീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. തേങ്ങ പൊളിക്കുന്ന സമയത്ത് അതിൻ്റെ പൊടി എടുത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ചകിരി കൂട്ടി ഉരച്ച് അതിൻ്റെ പൊടി എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഉണ്ടയാക്കി നമ്മൾ കുഴച്ച് വയ്ക്കുക. എന്നിട്ട് 2 ത്രെഡ് ഇതുപോലെ എടുക്കുക. നമ്മൾ ഏത് കൊപ്പയിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കൊപ്പയുടെ അടുത്ത് പോയിട്ട് കത്തി വെച്ചിട്ട് കുറച്ചൊന്ന് ഇതേപോലെ മുറിച്ച് കളയുക. ശ്രദ്ധിച്ച് മുറിക്കുക. അധികം വണ്ണമൊന്നുമില്ലാത്ത കൊപ്പയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങോട്ട് മുറിഞ്ഞു പോവാതെ നോക്കുക. ഒരുവിധം കട്ടി ഉണ്ടാവും കൊപ്പയ്ക്ക്. അപ്പോൾ മുറിക്കുമ്പോൾ കൈയൊന്നും മുറിക്കാതെ ശ്രദ്ധിച്ച് മുറിക്കുക. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കയറ്റി മുറിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വടിയുടെ ഒരു കമ്പ് ഒടിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു കമ്പിലാണ് നമ്മുടെ വേര് വരുന്നത്. ഇപ്പോൾ കമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്, പൊന്തിയിരിക്കുന്നുണ്ട്. ഇനി അതങ്ങനെ തന്നെ എടുത്ത് നമ്മൾ കുഴച്ച് വെച്ച മണ്ണും കോക്കോപ്പീറ്റും കൂടി കുഴച്ച് വെച്ചത് അതേപോലെ താഴെയൊന്നും പോവാതെ വെച്ച് ചുറ്റി കൊടുക്കുക. ഒന്ന് റോൾ ചെയ്ത് നമ്മൾ നേരത്തെ എടുത്ത ത്രെഡ് വെച്ച് മുകളിലും താഴെയും ടൈറ്റായി കെട്ടി കൊടുക്കുക. കോക്കോപ്പീറ്റ് എന്തായാലും ചേർത്ത് കൊടുക്കണം. അത് അതിനുള്ളിലെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ചകിരി എടുത്ത് കൂട്ടി ഉരക്കി അല്ലെങ്കിൽ അത് ചകിരി പിച്ചി ചീന്തി അതിൽ നിന്ന് വരുന്ന പൊടി എടുത്തിട്ടായാലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മുകളിൽ കൂടെ ഇതേപോലെ ഓരോ ദിവസം 1-2 വെച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അതിലത്തെ ഈർപ്പം നിലനിർത്താൻ. ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ഞാനത് അഴിച്ച് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് നോക്കാം. വേര് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. കോക്കോപ്പീറ്റ് ചേർത്ത് കഴിഞ്ഞാൽ 100% നമുക്കത് റിസൾട്ട് കിട്ടും. ഇല്ലെങ്കിൽ അത് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം മണ്ണ് മാത്രമായി കഴിഞ്ഞാൽ അത് വരണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് വേര് വന്നേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇതിങ്ങനെ തന്നെ നമുക്ക് മുറിച്ചിട്ട് മാറ്റാം. പുല്ലൊക്കെ ഇടയിൽ കൂടെ മുളച്ച് വന്നിട്ടുണ്ട്, അതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് നമുക്കത് മാറ്റാം. അപ്പോൾ അതിൻ്റെ താഴെ വെച്ച് നമുക്കൊരു കത്തി വെച്ച് മുറിച്ച് കൊടുക്കാം. ഒരുപാട് വേര് വന്നിട്ടുണ്ട്. കറക്റ്റ് 1 മാസം തന്നെ എടുത്തുള്ളൂ. അപ്പോൾ ഇത് കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണൊക്കെ തട്ടിയിട്ട് അത് നിലത്തിനോട് സമമായിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടത്ത് ചിലപ്പോൾ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ഇരിക്കും നമ്മുടെ കൊപ്പ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് 2 കൊപ്പയാണ് കിട്ടുന്നത്, 2 പപ്പായ പ്ലാന്റാണ് കിട്ടുന്നത്. ഒന്ന് നമ്മൾ മുറിച്ചെടുത്തത് വീണ്ടും പൊടിച്ച് വന്ന് സ്പ്രൗട്ടൊക്കെ വന്ന് അത് വീണ്ടും വളർന്നോളും. രണ്ടാമത് നമ്മൾ നട്ടത് ചെറിയ തൈയായിട്ട് നിൽക്കും. അതിലിപ്പോൾ പൂവൊക്കെ ഇട്ട് വന്നതാണ് ഞാൻ മുറിച്ച് നട്ടെ. പൂവ് കാണിച്ചു തരുന്നില്ല, മറന്നുപോയി. അത് ഇനി കുറച്ച് കളയുമ്പോൾ വളർന്ന് പപ്പായ ആയി കഴിയുമ്പോൾ നമുക്ക് താഴേന്ന് തന്നെ പൊട്ടിക്കാം, മേലേക്ക് പോവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ചെറിയ പ്ലാന്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അത് ഒരുപാട് നാൾ അങ്ങനെ തന്നെ നിൽക്കും. അത് വളർന്നു വരാൻ ഇനിയും കുറേ ടൈം എടുക്കും.
അപ്പോൾ നമുക്ക് അത്രയും കാലം ചെറിയ പ്ലാന്റിൽ നിന്ന് തന്നെ പപ്പായ കിട്ടും. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. ഇനി അതിൽ പപ്പായ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, പാർട്ട് 2 ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതെന്തായാലും ഇത് നല്ലൊരു അറിവാണെന്ന് തോന്നുന്നു. പപ്പായൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതല്ലേ. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.